ഇന്ത്യയിലാകെ 3 രാഷ്ട്രീയമാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് എക്സ്ട്രീം ലിബറലിസത്തിൻ്റെ ഒരു രാഷ്ട്രീയം, രണ്ടാമത് എക്സ്ട്രീം കമ്മ്യൂണിസത്തിൻ്റെ ഒരു രാഷ്ട്രീയം. കമ്മ്യൂണലിസവും കമ്മ്യൂണിസവും ഇത് രണ്ടും രണ്ടാണ്. എക്സ്ട്രീം കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ വർഗീയവാദത്തിൻ്റെ അങ്ങേ തലയിലേക്ക് പോയൊരു രാഷ്ട്രീയം. അതൊരു ഭാഗത്ത് ഞങ്ങൾ മാത്രമേ പാടുള്ളൂ, ഞങ്ങൾ കഴിക്കുന്നതേ കഴിക്കാവൂ, ഞങ്ങൾ ഉടുക്കുന്നതേ ഉടുക്കാവൂ, ഞങ്ങളുടെ സംസ്കാരമേ നിങ്ങൾ കൊണ്ട് നടക്കാവൂ, ഇങ്ങനെ വൈവിധ്യങ്ങളുടെ യൂണിറ്റി എന്ന് പറയപ്പെടുന്നു. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണല്ലോ, നാനാത്വത്തിൽ ഏകത്വം എന്നാണ് പണ്ട് മുതലേ നമ്മുടെ സ്ലോഗൻ. അതിൽ നിന്ന് മാറി ഇന്ന് യൂണിഫോമിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതിലേക്ക് പോവാൻ. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യം എന്നാണ് അർത്ഥം, യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഏകീകരണം എന്നാണ് അർത്ഥം. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ സ്കൂളിൽ വ്യത്യസ്ത ഡ്രസ്സൊന്നും ഇട്ട് വരാൻ പാടില്ല, എല്ലാവരും ഒറ്റ ഡ്രസ്സ് ഇട്ട് വരാവൂ, അതാണ് യൂണിഫോം. പോലീസുകാർ വ്യത്യസ്ത പാൻറ്റോ ഷർട്ടൊന്നും ഇടരുത്, ഒരേ ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ, അതാണ് പോലീസിൻ്റെ യൂണിഫോം. ഓട്ടോറിക്ഷക്കാർ വ്യത്യസ്തമായ ഷർട്ടുകളൊന്നും ഇടാൻ പാടില്ല, അവർ കാക്കി ഡ്രസ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ, അതാണ് യൂണിഫോം. കസ്റ്റംസുകാർ വൈറ്റ് ഡ്രസ്സ് മാത്രമേ ഇടാവൂ, അതാണ് യൂണിഫോം. അതേപോലെ തന്നെ ഈ കറുത്ത ഗൗൺ അണിഞ്ഞുകൊണ്ട് മാത്രമേ അഡ്വക്കേറ്റ്സ് കോടതിയിലെത്താൻ പാടുള്ളൂ, അതാണ് യൂണിഫോം. ഓരോരുത്തർക്കും ഓരോ യൂണിഫോമാണ്. ഇതേപോലെ നമ്മുടെ രാഷ്ട്രത്തിന് മൊത്തത്തിൽ ഒരു യൂണിഫോം ഇടാൻ വേണ്ടിയിട്ട് പോവാൻ. അതിനെയാണ് യൂണിഫോമിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഏകീകരണത്തിലേക്ക് കൊണ്ടുപോകുക. ആ ഏകീകരണം ആരുടേതാണ്? വ്യത്യസ്ത മതക്കാരും വ്യത്യസ്ത ചിന്താഗതിക്കാരും വ്യത്യസ്ത ആശയക്കാരും എല്ലാവരുമുള്ള ഒരു സ്ഥലത്ത് ഒരു കൂട്ടരുടേത് മാത്രം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്ട്രീം കമ്മ്യൂണലിസത്തിൻ്റെ രാഷ്ട്രീയം. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണലായി ചിന്തിക്കുന്നതാണ്. ഞങ്ങളുടെ വർഗം മാത്രം മതി, ഞങ്ങളുടെ വർഗീയത മാത്രം മതി എന്ന അവസ്ഥയിൽ പോകുന്ന രാഷ്ട്രീയം. അതാര് എന്ന് നമ്മളിങ്ങനെ വിളിച്ചു പറയേണ്ടതില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടാമത്തെ രാഷ്ട്രീയം എക്സ്ട്രീം ലിബറലിസത്തിൻ്റെ അഥവാ കമ്മ്യൂണിസത്തിൻ്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഏതായിരുന്നാലും അപ്പോൾ ഈ എക്സ്ട്രീം ലെവലിൽ രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമകാലിക രാഷ്ട്രീയം രണ്ടിൻ്റെയും കുത്തകയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളം എക്സ്ട്രീം കമ്മ്യൂണിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഇന്ത്യ എക്സ്ട്രീം കമ്മ്യൂണലിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് അതിൻ്റെ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓൾ ഇന്ത്യ തലത്തിലേക്ക് എടുക്കുമ്പോൾ വർഗീയവൽക്കരണത്തിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ കാണുന്നു. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഇവിടെ എക്സ്ട്രീം ലിബറലിസത്തിൻ്റെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലിബറലിസം. എന്ന് വെച്ചാൽ മതങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൂല്യങ്ങളോ ഒന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. മനുഷ്യനായി ഇങ്ങനെ പോവുക, എല്ലാവർക്കും എന്തുമാകാം എന്നൊരു ലെവലിലേക്ക് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, എന്നിരുന്നാലും നമുക്കൊരു ആദർശം പറയുമ്പോൾ ഈ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയവും നിലപാടിൻ്റെ രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. രാഷ്ട്രീയത്തിൽ ഒട്ടുമിക്ക ആളുകളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്. നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം നടക്കുമ്പോൾ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും പല കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നിലപാടിൻ്റെ രാഷ്ട്രീയമാകുമ്പോൾ ഒറ്റ നിലപാടേ നമുക്കുണ്ടാകാൻ പാടുള്ളൂ. ആ നിലപാടുകൾ നമുക്ക് പറയാം. നിലനിൽപ്പാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അല്ല, നിലനിൽപ്പിനേക്കാൾ അപ്പുറത്തേക്ക് നിലപാടിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് നിലപാടുകൾ വ്യക്തമാക്കാൻ പറ്റുന്നത്. അപ്പോൾ രണ്ട് നിലപാടുകളാണിത്. ഒരു ഭാഗത്ത് വർഗീയതയുടെ, ആളുകളെ കണ്ടുകൂടാത്തതിൻ്റെ, ഞങ്ങൾ മാത്രം മതി എന്നുള്ള ചിന്താഗതിയുടെ, ഞങ്ങളുടെ യൂണിഫോമിലേക്ക് എല്ലാവരും എത്തണമെന്നതിൻ്റെ ഒരു രാഷ്ട്രീയം ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് എക്സ്ട്രീം ലിബറലിസത്തിൻ്റെ, ആ ലിബറലിസം ഇന്ന് എല്ലാവരുടെ തലക്കും പിടിച്ചിരിക്കാൻ. ലിബറലിസം എന്ന് പറഞ്ഞാൽ എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചാൽ അത് ആ പാർട്ടിക്കാരോ അവരോ ചെയ്യുന്നു എന്നല്ല പറയുന്നത്. ലോകത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലിബറലിസത്തിൻ്റെ ഭാഗം കുട്ടികളിൽ മയക്കുമരുന്നുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു, സാധാരണ യുവാക്കളിൽ ലക്ഷ്യമില്ലാത്ത ജീവിതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നാളെയുടെ കാലഘട്ടത്തെപ്പറ്റി ഒരു ചിന്തയും ഇല്ലാതെ പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് ലിബറലിസം. അത് പോയി 4 ഭാര്യമാരും 4 ഭർത്താക്കന്മാരും കൂടി യാത്ര ചെയ്യുന്നു. ആ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിൽ അവർ ഭക്ഷണം കഴിക്കാൻ കൂടുന്നു. അങ്ങനെ 4 പേരുടെയും ചാവി അഥവാ കീ എക്സ്ചേഞ്ച് എന്നവർ മനോഹരമായി പേരിട്ട് എറണാകുളത്തെ ഹോട്ടലിൽ അവർ 4 പേരും കീ വെക്കുന്നു. എന്നിട്ട് പെണ്ണുങ്ങളുടെ അഥവാ അവരവരുടെ ഭാര്യമാരുടെ കണ്ണുകൾ കെട്ടാൻ പറയുന്നു.
എന്നിട്ട് അവർ തപ്പിപ്പിടിച്ചു പോയിട്ട് ഏത് ചാവിയാണ് എടുത്തത്, ആ ചാവിയുടെ ഉടമസ്ഥൻ ഏതാളാണോ അയാളുടെ കാറിൽ പോകുന്നു, അവരോടൊപ്പം കഴിയുന്നു. ദാറ്റ് ഈസ് എക്സ്ട്രീം ലിബറലിസം. ഇത് ലോകത്തിൽ പലയിടത്തും ഉള്ളതാണ്. കീ എക്സ്ചേഞ്ച്, ചാവി കൈമാറ്റം ചെയ്യുക. ചാവിയല്ല സത്യത്തിൽ കൈമാറ്റം ചെയ്യുന്നത്, കൈമാറ്റം ചെയ്യപ്പെടുന്നത് സ്വന്തം ഭാര്യയെ തന്നെയാണ്. ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ നിലപാട്, ഞാൻ ഒരു രാഷ്ട്രീയം അത് ചെയ്തു എന്നല്ല പറയുന്നത്, ലിബറലിസം അതാണ്. രാഷ്ട്രീയം ഏതുമാകട്ടെ, ലിബറലിസം ഈ ലോകത്തിൽ കാണുന്നതൊക്കെ അതാണ്. ആരുടെ കൂടെയും എങ്ങനെയും എപ്പോഴും ആകാം എന്ന് യൂറോപ്പ് നമുക്ക് കാണിച്ചു തന്ന, US പോലെയുള്ള രാജ്യങ്ങൾ മുമ്പ് കാണിച്ചു തന്ന ഒരു ശൈലിയിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെയും അല്ലെങ്കിൽ നമ്മുടെ നാടിനെയും കൊണ്ടുപോകാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പണ്ട് അവരൊക്കെ, യൂറോപ്പൊക്കെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഛർദ്ദിച്ചതിനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങലാണ് ഇന്ന് നമ്മുടെ ജോലി. പഴയ കാലത്ത് അവരെന്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ അതിനെയെല്ലാം അതേപോലെ എടുക്കുകയും കാലങ്ങൾക്ക് ശേഷം മാറ്റം പോലും വരുത്താതെ തുടരുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തർ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ആ വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം ഒരു പ്രാചീന സിസ്റ്റത്തിൻ്റെ തുടർച്ചയാണ്. വലിയ വലിയ മാറ്റങ്ങളൊന്നും ഇന്നും വന്നിട്ടില്ല. കാരണം ഇന്നും നമ്മുടെ സ്കൂളുകളിൽ എങ്ങനെയാണ് ഒരു ഫ്രണ്ടിനോട് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്നില്ല, എങ്ങനെയാണ് ഒരു ഗസ്റ്റിനോട് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്നില്ല. വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം അന്തപുരത്തിരിക്കുന്നു, അവർ ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്. ആ ഗസ്റ്റിനെ എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നില്ല, എങ്ങനെയാണ് റോഡ് സൈഡിലൂടെ നടക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നില്ല. ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റിന്റെ ഭാഗമേ അല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മാതാപിതാക്കളെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്നതുപോലും സിലബസിന്റെ ഭാഗമല്ല. അപ്പം അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിൽ, പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ബ്രിട്ടീഷുകാരിവിടെ വന്ന കാലത്ത്, ഞാൻ അതിലേക്ക് പോവല്ല, ബ്രിട്ടീഷുകാർ വന്ന കാലത്ത് അവർക്ക് കുറച്ച് ഗുമസ്തന്മാർ ആവശ്യമുണ്ടായിരുന്നു. ആ ഗുമസ്തന്മാർക്ക് എഴുതാനും വായിക്കാനും അറിയണമെന്നതല്ലാതെ സ്വന്തമായി ചിന്തിക്കാനോ സ്വന്തമായി ഒരു എബിലിറ്റി പുറത്തേക്കെടുക്കാനോ പറ്റാത്ത ഗുമസ്തന്മാരെയായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർക്ക് ആവശ്യം. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയെ അവർ പഠിപ്പിച്ചത് തന്നെ ആ ഒരു രീതിയിലാണ്. എങ്ങനെ എഴുതാനും വായിക്കാനും ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എവിടെയും പറയുക എന്നത് നടക്കുന്നില്ല. കോളേജിലും സ്കൂളുകളിലും ഇംഗ്ലീഷ് പറയുക എന്ന് നടക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ. അതുകൊണ്ട് ഇന്നും ഡിഗ്രിയും PGയും കഴിഞ്ഞാലും ലാംഗ്വേജ് ഇല്ലാതെ അസ്തമിച്ചു പോകുന്ന മക്കളായി നമ്മളെ കുട്ടികൾ മാറുകയാണ്. ഞാൻ ഇന്നത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതല്ല. അന്നത്തെ കാലഘട്ടത്തിൽ അവർ എടുത്തുവിട്ടിട്ടുള്ള അല്ലെങ്കിൽ തൊടുത്തുവിട്ടിട്ടുള്ള അതേ സാധനങ്ങൾ ഇന്നും നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറിന്, അതൊരു താർക്കിക വിഷയമാണെങ്കിൽ പോലും ആ താർക്കിക വിഷയത്തിൻ്റെ ഇടയിൽ പറഞ്ഞോട്ടെ, കളക്ടർ എന്നാണ് പേര്. സത്യത്തിൽ പഴയ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിയുക്തമാക്കിയിട്ടുള്ള ആളുകളെയാണ് കളക്ടർ എന്ന് വിളിച്ചിരുന്നത്. പക്ഷെ ഇന്നും നമ്മൾ ആ പേര് മാറ്റിയിട്ടില്ല. ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറഞ്ഞാൽ ക്യാഷ് കളക്ട് അഥവാ നികുതി കളക്ട് ചെയ്തിരുന്ന ആളുടെ പേരായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത്. ആ കളക്ട് ചെയ്യുന്ന ആൾ ഒരു ഇന്ത്യനാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അവർ സിവിൽ സർവീസ് ഇത്ര ടൈറ്റാക്കിയത്. അതുകൊണ്ടാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ അനുജൻ ജിതേന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായിട്ട് IAS പാസ്സായത് ഇന്ത്യയിൽ നിന്ന്. നിങ്ങൾക്ക് പരിശോധിക്കാം. ആദ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ജിതേന്ദ്രനാഥ് ടാഗോറാണ്. ജിതേന്ദ്രനാഥ് ടാഗോർ അത് ഇവിടെ നിന്ന് പഠിച്ചതല്ല, ബ്രിട്ടനിൽ പോയി പഠിച്ചതാണ്. ബ്രിട്ടനിൽ നിന്നാണ് അദ്ദേഹം ആദ്യമായത് പാസ്സായത്. ഉദാഹരണത്തിന് നമ്മുടെ CA ഇന്നും പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അതേ സിസ്റ്റത്തിലൂടെ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നും CA-ക്കാർ പാസ്സാകാത്തത്. എന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ കണക്കിൻ്റെ തന്ത്രമറിയുന്ന ആളുകൾ കുറച്ച് ഊരാൻകുടുക്കിലൂടെ പഠിക്കണമെന്നും അത് ബ്രിട്ടീഷുകാർ മാത്രമേ പാസ്സാകാവൂ എന്നുള്ള അവരുടെ അപ്രമാദിത്വത്തിൻ്റെ സ്വരമാണ് ഇന്നും CAയും സിവിൽ സർവീസും മുന്നോട്ട് പോകുന്നത്. ഞാൻ അതിനെ വിമർശിക്കുകയല്ല, അത് അതിൻ്റെ രീതിയിൽ ഹിസ്റ്ററിയുടെ ഭാഗം പറയാം. അന്നത്തെ കാലഘട്ടത്തിൽ അവർ തൊടുത്തുവിട്ടതിനെ ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്നത് പോലെ, ഫോർ എക്സാമ്പിൾ 1952 മരിച്ച മോണ്ടിസോറി എന്ന് പറയുന്ന സ്ത്രീയുടെ അതേ സിസ്റ്റമാണ് ഇന്നും നിങ്ങളുടെ ചെമ്മാട്ട് 300-ലും ഉള്ളത്. 1952 അവർ മരിച്ചുപോയി. അതിനുശേഷം എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയി? ഏകദേശം 70 വർഷം കഴിഞ്ഞു പോയിട്ടും നമ്മൾ ഇന്നും മോണ്ടിസോറി സിസ്റ്റമാണ് കൊണ്ടു നടക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ പഴയ കാലഘട്ടത്തിൽ സത്യത്തിൽ അവർ എഴുതിവിട്ടിട്ടുള്ള പല ലിബറലിസങ്ങളും ഇന്ന് അവരുടെ നാട്ടിലൊക്കെ അത് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ പതിയെ ചർച്ചകൾ ഉണ്ടാക്കി അങ്ങനെ ഒരു പുരുഷ മേധാവിത്വത്തിന്റെ സ്വരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലിബറൽ രാഷ്ട്രീയം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പുരുഷ മേധാവിത്വമാണ്. അതിന് ഈക്വാലിറ്റി എന്നൊന്നും പറയാൻ കഴിയില്ല. നാളെ നമ്മുടെ പ്രിയങ്കരനായ മുനീർ സാഹിബ് ചോദിച്ചതുപോലെ പെണ്ണുങ്ങൾ ഏത് ഡ്രസ്സ് ഇടണമെന്നാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ആണുങ്ങൾ ഏത് ഡ്രസ്സ് ഇടണമെന്നല്ല. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈക്വാലിറ്റി അല്ല. ആണുങ്ങൾക്ക് തുല്യമാക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ ശ്രമിക്കുമ്പോൾ തിരിച്ചങ്ങോട്ടും കൊടുക്കേണ്ട ഒരു സേവനം എന്ന് വെച്ചാൽ ആഴ്ചയിൽ 7 ദിവസമാണെങ്കിൽ 1 ദിവസം ലീവ് എടുക്കാം. 6 ദിവസത്തിൽ 3 ദിവസം പാൻറ് ഇട്ടോ 3 ദിവസം സാരി എടുക്കണം.
ആണുങ്ങളും സാരി ഉടുക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ മാത്രമേ അത് ഈക്വാലിറ്റി ആകുന്നുള്ളൂ. കാരണം നിങ്ങളുടെ ഡ്രസ്സ് ഇവർ ഇടണം, അതേപോലെ ആ ഡ്രസ്സ് അങ്ങോട്ടിടണം. അല്ലാതെ നിങ്ങളെല്ലാം ആണുങ്ങളെപ്പോലെ ഐക്കോ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക്, അഥവാ ആണുങ്ങൾ എന്നും അപ്രമാദിത്വത്തിന്റെ സ്വരമേ പുറത്തു വിടാറുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം ലിബറലിസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ രാഷ്ട്രീയമായാലും അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ആയാലും ഏത് മേഖലയിലും ഒരു ഈക്വാലിറ്റി എന്ന് പറയുന്ന ചർച്ച കൊണ്ടുവന്ന്, അതിൻ്റെ അർത്ഥം എല്ലാവർക്കും തുല്യത വേണ്ട എന്നല്ല. തുല്യത വേണ്ടത് സ്നേഹത്തിലാണ്, തുല്യത വേണ്ടത് അനുകമ്പയിലാണ്, തുല്യത വേണ്ടത് മറ്റുള്ള അവകാശങ്ങളിലാണ്, തുല്യത വേണ്ടത് അവരുടെ ഇന്റലക്ച്വൽ ഗ്രോത്തിലാണ്, തുല്യത വേണ്ടത് ഇമോഷണൽ ഗ്രോത്തിലാണ്, തുല്യത വേണ്ടത് എഡ്യൂക്കേഷനിലാണ്, തുല്യത വേണ്ടത് പൊസിഷനിലാണ്. അല്ലാതെ ഇന്നേ വരെ ഒരൊറ്റ പെണ്ണിനെ പോലും മുഖ്യമന്ത്രിയാക്കാതെ പെണ്ണുങ്ങളാണ് അവിടെ ഇരിക്കേണ്ടത് എന്ന് പറയലല്ല. അങ്ങനെ പറയാനുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നു, അത് ഗൗരിയമ്മയാണ്. ഗൗരിയമ്മയുടെ പഴയകാല പ്രസംഗം നിങ്ങൾ എടുത്തു നോക്കണം. കേരളത്തിന്റെ സർക്കാരിന്റെ, ഏത് സർക്കാർ എന്ന് ഞാൻ പറയുന്നില്ല, കേരളത്തിന്റെ സർക്കാരിന്റെ ഈ കാണുന്ന ലാത്തിക്കെങ്ങാനും കുഞ്ഞുങ്ങളെ പ്രസവിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഈ ഗൗരിയമ്മ പ്രസവിക്കുമായിരുന്നു, ലാത്തി കുഞ്ഞുങ്ങളെ എന്ന് പ്രസംഗിച്ച ആളാണ് സത്യത്തിൽ ആര്? ഗൗരിയമ്മ. അവരെ പോലും മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. കാരണം ഒരു മുഖ്യമന്ത്രി ഇന്നേ വരെ പെണ്ണായിട്ട് കേരളത്തിൽ വന്നിട്ടില്ല. ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, പറയുമ്പോൾ എല്ലാം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോൾ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ചർച്ച ചെയ്ത് കൺഫ്യൂഷൻ കൊണ്ടുവന്ന് മറ്റൊരു രീതിയിലേക്ക് നമ്മുടെ സമൂഹങ്ങളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ്.